ശ്രീ ജയചന്ദ്രൻ, ഇപ്പോൾ രണ്ടാമത് ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. ഒളവണ്ണ പഞ്ചായത്ത് രേഖകൾ ശരിയല്ല എന്നതിന്റെ പേരിൽ ലൈസൻസ് നിഷേധിക്കുകയാണ് ലേക്കർ ഇന്ത്യ കോർപ്പുമായി ബന്ധപ്പെട്ട്. 10 ലക്ഷത്തിന്റെ നിക്ഷേപമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ഈ കാലം അത്രയും പിന്നീട് അവിടെ എന്തെങ്കിലും തരത്തിലുള്ള എൻഗേജ്മെന്റ്സ് ഉണ്ടായിട്ടില്ല എന്നത് ആ കെട്ടിടത്തിന്റെ ഉടമസ്ഥരടക്കം പറയുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ പുറമേക്ക് തന്നെ ദുരൂഹം എന്ന നിലയ്ക്ക് തോന്നാവുന്ന ബിസിനസ്സുകൾ ഉണ്ടാകുന്നത്? കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ മകൾക്ക് അതിനെ പാർട്ടി എന്തിനാണ് വിശദീകരിക്കുന്നത്? ഇപ്പോൾ മുതലക്കുളത്ത് രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തുമെന്നൊക്കെയാണ് പറയുന്നത്. എന്ത് വിശദീകരിക്കാനാകും പാർട്ടി ഉദ്ദേശിക്കുന്നത്? അല്ല, അവര് വിശദീകരിച്ചതുകൊണ്ട് മാധുവിന് നഷ്ടമൊന്നുമില്ലല്ലോ. അവർ വിശദീകരിച്ചോട്ടെ. CPIM-ന്റെ ചുമതല ഏതാണെന്ന് അവർ വിശ്വസിക്കുന്നു. ആ പാർട്ടി മുതലക്കുളത്തോ തിരുവനന്തപുരത്തോ എവിടെ വേണമെങ്കിലും വിശദീകരിച്ചോട്ടെ. അതിന് താങ്കൾക്ക് എന്താ കുഴപ്പം? ഇപ്പോ ഒളവണ്ണയിലെ ആ ഫാക്ടറിയുടെ കാര്യത്തിൽ ED-യുടെ പ്രസ് റിലീസിൽ അതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലല്ലോ മാധു. പ്രസ് റിലീസ് ആണല്ലോ ചർച്ച ചെയ്യുന്നത് മുഴുവനും. ആ പ്രസ് റിലീസിൽ ഈ പറയുന്ന ലേക്കർ ഇന്ത്യ കോർപ്പറേഷനെ കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ. പിന്നെ അത് മാത്രം ചർച്ചാ വിഷയമായത്. ലേക്കർ ഇന്ത്യയുമായി ബന്ധപ്പെട്ട വാർത്തകളുണ്ട്. അങ്ങനെയല്ലല്ല, ലേക്കർ ഇന്ത്യയുമായി ബന്ധപ്പെട്ട വാർത്തകളുണ്ട്. ED-യുടെ പ്രസ് റിലീസുമായി ബന്ധപ്പെട്ട വിഷയം മാത്രമല്ല ഇന്നത്തെ ദിവസം ചർച്ച. ഞാൻ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞിട്ടുമില്ല. മാത്രമല്ല, PM മുഹമ്മദ് റിയാസ് അടക്കം അദ്ദേഹത്തിന്റെ നാമനിർദ്ദേശ പത്രികയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഈ കാര്യങ്ങൾ പുതുതല്ല തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അവർ നിഷേധിച്ചിട്ടില്ല. എനിക്ക് ചോദ്യം ചോദിക്കാൻ പാടില്ലേ? ചോദ്യം ചോദിച്ചോളൂ. ഇന്ന് മാത്രം പൊട്ടി വീണ്ട ചോദ്യമല്ലല്ലോ. ഇതേ ചോദ്യം ഉണ്ടായിരുന്നേ. ഇന്നിപ്പോ നിങ്ങൾ അന്വേഷിച്ചിട്ട് കിട്ടിയ കാര്യങ്ങളെ സംബന്ധിച്ച് അങ്ങനെ വാർത്ത കൊണ്ട് എനിക്ക് ചോദിക്കാൻ പാടില്ലേ എന്നൊക്കെ ആധികാരികമായിട്ട് അങ്ങ് പറയാം. പക്ഷെ ഇന്നലെ മിനിയാന്നൊക്കെ എവിടുന്നാണ് ഈ വാർത്ത പൊട്ടി വീണത്? അതിനും കൂടെ വേണ്ടേ മറുപടി? ഇന്ന് മാത്രമായിട്ട് അങ്ങ് പരിഹസിച്ചാൽ പോരല്ലോ. ഇന്നലെ മിനിയാന്നൊക്കെ ആ പരിഹാസം വരണമായിരുന്നു. അത് വന്നില്ല. അതുകൊണ്ടാണ് ചോദിച്ചത്. അല്ല, ഈ ലേക്കർ ഇന്ത്യ കോർപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തേക്ക് വരുന്നതിന് മുൻപ് ചോദിച്ചില്ല എന്നതാണോ അങ്ങ് പറയുന്നത്? അല്ല, എനിക്കറിഞ്ഞൂടാ. ED-യുടെ പ്രസ് റിലീസിൽ ഈ ലേക്കർ ഇന്ത്യ കോർപ്പറേഷനെ കുറിച്ച് എന്തെങ്കിലും ഒരു വരി പോലും ഞാൻ വായിച്ചില്ല. ഞാനും വായിച്ചിട്ടില്ല. റിപ്പോർട്ടർ ചാനലിൽ അങ്ങനെ സംബന്ധിച്ച് എന്തെങ്കിലും തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് പറയുക. എന്നല്ലേ എനിക്ക് മനസ്സിലാക്കാൻ പറ്റൂ. അല്ല, ഇന്നും ഇന്നലെയും ഒക്കെ ഈ പറയുന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട് വാർത്തകൾ വന്നു. ആ കമ്പനിയുടെ ഓഫീസിലേക്ക് മാധ്യമങ്ങൾ ചെന്നു. അതൊരു അടച്ചിട്ട ഒറ്റമുറി ഷട്ടറാണ്. അവിടെ വെള്ള പേപ്പറിൽ എഴുതി ഒട്ടിച്ച കമ്പനി അഡ്രസ്സ് മാത്രമാണുള്ളത്. PM മുഹമ്മദ് റിയാസിനോട് ഈ ചോദ്യം ചോദിച്ചു മാധ്യമപ്രവർത്തകർ. അപ്പൊ അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ഒരു കമ്പനി ഉണ്ട്, അതുമായി ബന്ധപ്പെട്ട് അവരുടെ നിക്ഷേപവുമായി ബന്ധപ്പെട്ട് നാമനിർദ്ദേശ പത്രികയിലടക്കം പരാമർശങ്ങളുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ്. പക്ഷേ 2023 തുടങ്ങിയ കമ്പനിയിൽ ഇതുവരെ യാതൊരു തരത്തിലുള്ള ക്രയവിക്രയങ്ങളും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആ സ്ഥലം ഉടമയടക്കം പറയുകയും ചെയ്യുന്നത്. 10 ലക്ഷത്തിന്റെ നിക്ഷേപമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് എന്നത്. അപ്പോൾ അദ്ദേഹത്തിന് PM മുഹമ്മദ് റിയാസിന് ഇല്ലാത്ത ബുദ്ധിമുട്ട് അങ്ങേക്കുണ്ടോ? അങ്ങനോട് ചോദിച്ചില്ലേ എന്താണ് മാധുവിന് ബുദ്ധിമുട്ട് എന്ന്? അങ്ങേക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടല്ലോ, തീർച്ചയായിട്ടും ഉണ്ട്. ഇങ്ങനെ ഉണ്ടയില്ല വെടി വെക്കുമ്പോൾ ബുദ്ധിമുട്ടില്ലാതിരിക്കുമോ എനിക്ക്? 2023 പറയുന്നു. ഈ കേസ് എന്ന് മുതൽ എന്നുവരെയാണ് അന്വേഷിച്ചിട്ടുള്ളതെന്ന് ED-യും പറഞ്ഞിട്ടുണ്ട്, SFIOയും പറഞ്ഞിട്ടുണ്ട്, ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡും പറഞ്ഞിട്ടുണ്ട്. അതിൽ 23 കടന്നു വരുന്നുണ്ടോ എവിടെയെങ്കിലും? ഇല്ല. അതാണ് ഇത്രയും കണ്ട് ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ശേഷവും ഒരു ഷെൽ കമ്പനി ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ പ്രതിപക്ഷ നേതാവിന്റെ മകൾക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അന്നത്തെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് എന്നതാണ് എന്റെ ചോദ്യം. അങ്ങനെ ഒരു ഷെൽ കമ്പനിയാണ് എന്ന നിഗമനത്തിലേക്ക് ED എത്തി എന്ന വാർത്ത മാധ്യമങ്ങൾക്കുണ്ടെങ്കിൽ മാധ്യമങ്ങൾക്ക് വാർത്ത കിട്ടുന്നത് വാർത്താക്കുറിപ്പിലൂടെ മാത്രമാണ് എന്ന് വിചാരിക്കുന്നില്ല അങ്ങ് എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അങ്ങനെ ഒരു വിവരം മാധ്യമങ്ങൾക്കുണ്ടെങ്കിൽ അത് ചോദിക്കാൻ പാടില്ല എന്നുണ്ടോ? ബുദ്ധിമുട്ടുണ്ടെങ്കിലേ ചോദിക്കാവോ? അല്ല, എനിക്ക് താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞു തീരുന്നതിന് മുമ്പ് അടുത്ത പെട്ടി പൊട്ടിക്കാതിരിക്കും. ഈ ഷെൽ കമ്പനികൾ ഇപ്പോ ഇലക്ട്രൽ ബോണ്ടിന്റെ കാലത്താണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഷെൽ കമ്പനികൾ സൃഷ്ടിച്ചെടുത്തതിന്റെ വിവരങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. ഈ ഇലക്ട്രൽ ബോണ്ടില് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം പിന്നീട് ഷെൽ കമ്പനി ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത്. ഏത് ഷെൽ കമ്പനി? ആദ്യമേ ആ ഷെൽ കമ്പനി ഉണ്ടാക്കും, എന്നിട്ടാണ് അതുവഴി ട്രാൻസാക്ഷൻ ഒക്കെ നടത്തുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള എന്റെ പരിമിതമായ അറിവിൽ. ഇതങ്ങനെയല്ല. അത് പറയുന്നത് തന്നെ കാര്യങ്ങളെല്ലാം നടത്തി കഴിഞ്ഞ് പുതിയ ഷെൽ കമ്പനി ഉണ്ടാക്കുന്നു. അതെനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ പറഞ്ഞത്. രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോ താങ്കളും ഞാനും അല്ലല്ല, അങ്ങ് അതിൽ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാൻ ഇടപെട്ടാൽ അങ്ങേക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടുമില്ല. ഓക്കെ, അതായത് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് എക്സാലോജിക്കിന്റെ ഒരു പുതിയ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ശ്രേണി ഒരു പുതിയ ശാഖ തുടങ്ങിയെന്നല്ല, എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് തുടങ്ങിയെന്നും പറഞ്ഞിട്ടില്ല. 2023 ലേക്കർ ഇന്ത്യ കോർപ്പ് ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡിൽ തുടങ്ങുന്നത് പുതിയ കമ്പനിയായിട്ട് തന്നെയാണ്. എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടത് ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങയുടെ ബോധ്യത്തിൽ നിന്നാണോ അങ്ങ് ചോദിച്ചത്? അല്ല, ഞാനതല്ലേ പറയാം. ഞാൻ പറഞ്ഞ എന്താണ്, താങ്കൾ ഷെൽ കമ്പനി എന്ന് തന്നെയാണല്ലോ
പ്രയോഗിച്ച പദം അത് തന്നെയാണല്ലോ മാധു. അതെ, ഞാൻ ഷെൽ കമ്പനി എങ്ങനെയാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് എന്റെ അറിവാണ് ഞാൻ പറഞ്ഞത്. എക്സാലോജിക്കിന്റെ അന്വേഷണമാണ് 2020 അവസാനിച്ചത്. 2023 കമ്പനി തുടങ്ങണമെങ്കിൽ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെ ആകണമെന്ന് അങ്ങേക്ക് നിർബന്ധമുണ്ടോ എന്നതാണ് എന്റെ ചോദ്യം. എനിക്ക് അങ്ങനെ ഒരു വാദമില്ല. ഞാൻ എന്റെ ആർഗ്യുമെന്റ് ഒന്ന് പൂർത്തിയാക്കിക്കോട്ടെ, എന്നിട്ട് താങ്കളുടെ ഉപചോദ്യങ്ങൾ അതല്ലേ നല്ലത്, അത് ഒരു വഴി അല്ലേ? അപ്പം ഈ ഷെൽ കമ്പനിയുടെ കാര്യത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ഞാൻ മനസ്സിലാക്കിയത് ഇലക്ട്രൽ ബോണ്ടിന്റെ കാലത്താണ്. അത് സംബന്ധിച്ച് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റൈറ്റ്സ് എന്ന സംഘടന സുപ്രീം കോടതിയിൽ വാദിച്ചതിന്റെ സുദീർഘമായ ഏടുകൾ ഉണ്ട്. എന്റെ ഞാൻ കോപ്പി എടുത്ത് വെച്ചിട്ടുമുണ്ട്. അതിലൊക്കെ എന്താണ് ഷെൽ കമ്പനി നമുക്ക് വിശദമായി വ്യാഖ്യാനിക്കുന്നുണ്ട്. അതിലൊക്കെ ഇങ്ങനെയാണ് പറയുന്നത്. ആദ്യം ഷെൽ കമ്പനി ഉണ്ടാക്കുന്നു. മൗറീഷ്യസിലാണ് പ്രധാനമായിട്ടും ADR പറയുന്ന സംഗതികളുടെ അത് ഒറിജിനേറ്റ് ചെയ്ത് പറയുന്നത്. അപ്പം അങ്ങനെ പല വിദേശ രാജ്യങ്ങളിൽ അടക്കം ഷെൽ കമ്പനി ഉണ്ടാക്കുന്നു, ഇന്ത്യയിലും ഉണ്ടാക്കുന്നു. എന്നിട്ട് അതുവഴി ആ റൂട്ടിൽ കൂടെ അത് കടത്തി വിടുന്നു. അങ്ങനെയാണ് അവരുടെ പ്രവർത്തന രീതി എന്ന് സുപ്രീം കോടതിയിൽ വാദിക്കപ്പെടുന്നു. അതാണ് ഞാൻ വായിച്ചത്. ഇവിടെ താങ്കൾ പറയുന്നത് ഈ സംഭവം എല്ലാം കഴിഞ്ഞ ശേഷം ഈ 2023 ഇങ്ങനെ ഈ പറയുന്നത് പോലെ ഒരു ഷെൽ കമ്പനി ഉണ്ടാക്കി വെക്കുന്നു. അത് കടലാസ് കമ്പനിയാണ്. ഷെൽ കമ്പനി കടലാസ് കമ്പനിയാണല്ലോ. അതിന് ഒറ്റ മുറിയിൽ ഒളവണ്ണ പഞ്ചായത്തില് ലൈസൻസ് പോലും ലഭിച്ചിട്ടില്ല. അതൊക്കെ ഇദ്ദേഹം മുഹമ്മദ് റിയാസ് എന്താണോ പറഞ്ഞിട്ടുള്ളത് അതിനപ്പുറത്തേക്ക് ഞാൻ അന്വേഷിച്ചിട്ടും അറിഞ്ഞിട്ടും ഇല്ല. മുഹമ്മദ് റിയാസ് പറഞ്ഞിട്ടുള്ള അക്കാര്യത്തിൽ പറഞ്ഞിട്ടുള്ള ഫൈനൽ വേർഡ് എന്താണോ ഞാൻ അതിൽ തന്നെ നിൽക്കുകയാണ്. അതിന്റെ അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ എനിക്ക് അറിഞ്ഞുകൂടാ അതിനെപ്പറ്റി. ഏതു സംഭവം കഴിഞ്ഞിട്ട് ഷെൽ കമ്പനി ഉണ്ടാക്കിയെന്നാണ് അങ്ങ് പറയുന്നത്? ഏതാണ് ഏതു സംഭവം കഴിഞ്ഞിട്ട്? എല്ലാ സംഭവവും കഴിഞ്ഞിട്ട് ഷെൽ കമ്പനി ഉണ്ടാക്കിയെന്നാണ് മാധു പറയുന്നത് എന്നല്ലേ പറഞ്ഞത്? ഏതു സംഭവം കഴിഞ്ഞിട്ട്? അതെ, 2021 വരെയുള്ള കണക്കാണ് ED അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അവര് പറയുന്നു. ജൂൺ 5 ഹൈക്കോടതിയെ അന്വേഷിക്കാൻ കൊടുത്തത് മുതൽ അവർ പറയുന്ന കാര്യങ്ങൾ 2021 വരെയുള്ള കണക്കാണ്. CM മാറിന്റെ ഇടപാട് ആദ്യം അതിന് മുൻപായിരുന്നു. 2021-22 വരെ ഉള്ള കണക്കാണ് അന്വേഷിക്കുന്നത് പറയുന്നത്. ഇവരുടെ ഈ കമ്പനി ഉണ്ടാവുന്നത് 2023-ലാണ്. ഈ പറയുന്ന കോഴിക്കോട്ടെ കമ്പനി, ഷെൽ കമ്പനി, താങ്കൾ പറഞ്ഞ കമ്പനി ഉണ്ടാവുന്നു. അപ്പോ ഈ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് പുതിയ ഷെൽ കമ്പനി ഉണ്ടാക്കി പുതിയ അഭ്യാസം തുടങ്ങുകയായിരുന്നു എന്നാണ് താങ്കൾ ഉദ്ദേശിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലായത്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങനെയാണ് ഷെൽ കമ്പനിയെ കുറിച്ച്. താങ്കളുടെ മനസ്സിലാക്കൽ വേറെ. 2021 വരെയുള്ളത് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ്, ED അന്വേഷണം. ഇപ്പോൾ നമ്മൾ പറയുന്നത് അതിനപ്പുറത്തേക്ക് പോയി. നേരത്തെ ശ്രീ ജോസഫ് സി മാത്യു തന്നെ പറയുന്നത് അങ്ങ് കേട്ട് കാണും. EDയുടെ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പം റെയ്ഡുകളടക്കം 27-ാം തീയതി അവിടെ നടന്ന റെയ്ഡുമായി ബന്ധപ്പെട്ടും പിന്നീട് കോഴിക്കോട് നടത്തിയ 9 ഇടങ്ങളിലെ റെയ്ഡുമായി ബന്ധപ്പെട്ടും പുതിയ രേഖകൾ കണ്ടെത്തുന്നു. അതുമായി ബന്ധപ്പെട്ട കയ്യെഴുത്തു പ്രതികളടക്കം കണ്ടെത്തുന്നു, കയ്യെഴുത്തു രേഖകളടക്കം കണ്ടെത്തുന്നു. അതിൽ അന്വേഷണം നടത്തുന്നു. ഹവാല ഇടപാടുമായി ബന്ധപ്പെട്ട വിവരങ്ങളടക്കം കിട്ടുന്നു എന്ന് പറയുന്നു. ഈ ഒരു കമ്പനിയിലേക്ക്, അതായത് ഓണർഷിപ്പുമായി ബന്ധപ്പെട്ടും അക്കൗണ്ട് മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ടും ഏതൊക്കെ സ്ഥാപനങ്ങൾ എന്ന അന്വേഷണത്തിലേക്ക് പോകുമ്പോഴാണ് ഈ പറയുന്ന കാര്യങ്ങൾ വന്നത്. എക്സാലോജിക്കുമായി ക്ലബ്ബ് ചെയ്യേണ്ടതില്ല എന്നതാണ് എന്റെയും അഭിപ്രായം. പണം നിക്ഷേപിക്കുന്നു, അതിൽ രേഖകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, അതിന്റെ GST രജിസ്ട്രേഷൻ അടക്കമുള്ളവ രേഖകളായി വരുന്നു, സിഗ്നറ്ററി ആയി അടക്കം വീണ ടി വരുന്നു. എന്തിനാണ് എക്സാലോജിക്കുമായി വീണ്ടും കൊണ്ടുപോയി കെട്ടുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ആ തരത്തിലുണ്ടാക്കിയ ഒരു കമ്പനി 10 ലക്ഷം രൂപയുടെ നിക്ഷേപം കാണിച്ച് GST നമ്പർ അടക്കം വിടാനുള്ള ശ്രമം ഉണ്ടാക്കുന്നു. ഈ രജിസ്ട്രേഷൻ നടന്നില്ല. ഒളവണ്ണ പഞ്ചായത്ത് അതുമായി ബന്ധപ്പെട്ട രേഖകൾ കൃത്യമല്ല എന്നതുകൊണ്ട് രജിസ്ട്രേഷന് അനുമതി നൽകിയതുമില്ല. പിന്നീട് ഇനി എന്തെങ്കിലും, അതായത് അങ്ങ് പറഞ്ഞതുപോലെ സംഭവങ്ങൾ കഴിഞ്ഞിട്ടില്ല, ഇനി എന്തെങ്കിലും വെളുപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ പേരിലാണോ 2023 ആ കമ്പനി തുടങ്ങിയത് എന്നതായിരുന്നു ഇപ്പോഴുണ്ടാകുന്ന വിമർശനം എന്നേ പറഞ്ഞുള്ളൂ. എക്സാലോജിക്കിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് അങ്ങേക്ക് 2021 വൈൻഡപ്പും 2023 ഓപ്പണിംഗുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടാകുന്നത്. ശ്രീ ജയചന്ദ്രൻ, എനിക്ക് മനസ്സിലായ ലോജിക്കാണ് ഞാൻ പറഞ്ഞത്. താങ്കളോട് ചോദിച്ചത് എന്റെ ചോദ്യത്തിന്റെ ലോജിക് ഞാൻ അങ്ങോട്ട് പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. 2021 അന്വേഷണം അവസാനിപ്പിച്ചു ED. ഈ പറയുന്ന 21 വരെയുള്ള അന്വേഷണമാണ് ED നടത്തുന്നത്. പിന്നീട് നടത്തുന്ന റെയ്ഡുകളിലും പരിശോധനകളിലും കിട്ടുന്ന വിവരങ്ങൾ 2001 ഇപ്പുറത്തേക്കുള്ളതാണെങ്കിൽ ED അന്വേഷിക്കേണ്ടതില്ല എന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. Debate with Madhu Saji.